2 ദിവസം നീളുന്ന CPIM സംസ്ഥാന സമിതി യോഗം ഇന്ന് തുടങ്ങും. തിരഞ്ഞെടുപ്പ് പരാജയം ഉൾപ്പെടെയുള്ളവ വിശദമായി യോഗത്തിൽ ചർച്ച ചെയ്യും. പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്നാണ് ഇന്നലത്തെ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിലെ വിലയിരുത്തൽ. ജില്ലകളിലുണ്ടായ പരാജയ കാരണങ്ങൾ ജില്ലാ സെക്രട്ടറിമാർ റിപ്പോർട്ട് ചെയ്യും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, 2 ദിവസം നീളുന്ന CPIM സംസ്ഥാന സമിതി യോഗം ഇന്നാണ് നടക്കുക. തിരഞ്ഞെടുപ്പ് പരാജയം ഉൾപ്പെടെയുള്ളവയൊക്കെ വിശദമായി ചർച്ച ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് മാത്രമല്ല, സെക്രട്ടേറിയറ്റ് യോഗത്തിലെ വിലയിരുത്തൽ പ്രകാരം ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് യോഗത്തിലെ കണ്ടെത്തൽ. അപ്പോൾ ഇന്ന് എന്തൊക്കെ ചർച്ച ചെയ്യാനാണ് സാധ്യത? സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ യോഗത്തിൽ ഉണ്ടായ ചർച്ചകളിൽ നിന്നും വിരുദ്ധമായ റിപ്പോർട്ടുകളാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലാ ഘടകങ്ങളിൽ നിന്നും നൽകിയിട്ടുള്ളത്. ഭരണവിരുദ്ധ വികാരവും ശബരിമല വിവാദവും വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നാണ് പല ജില്ലാ കമ്മിറ്റികളും കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമർപ്പിച്ച റിപ്പോർട്ടുകൾ ഉള്ളതെന്നാണ് സൂചന. പ്രത്യേകിച്ചും ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രചരണങ്ങൾ ഉയർന്നു വന്നിട്ട് അതിനെ മറികടക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടറിമാരുടെ റിപ്പോർട്ടിൽ ഉള്ളതായിട്ടാണ് സൂചന. പ്രത്യേകിച്ചും ഈ ജില്ലകളിൽ വലിയ തരത്തിൽ പാർട്ടിക്ക് വോട്ട് കുറഞ്ഞില്ല എങ്കിൽ പോലും പക്ഷേ ഭരണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വോട്ട് കുറഞ്ഞില്ലെങ്കിൽ പോലും ഭരണം നഷ്ടപ്പെട്ടത് പാർട്ടിയുടെ വീഴ്ചയായിട്ട് കണക്കാക്കണം എന്ന് ജില്ലാ സെക്രട്ടറിമാർ അറിയിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നതായി സൂചനയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് പലയിടങ്ങളിലായി വലിയ തരത്തിൽ ഉയർന്നു വന്നിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഏകപക്ഷീയമായ ഭരണത്തിലെ കാര്യങ്ങൾ, ജനകീയമായ പ്രശ്നങ്ങൾ സർക്കാർ ഇടപെടുന്നുണ്ടെങ്കിൽ തന്നെയും അത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാൻ കഴിയാത്തതിന്റെ ഒരു അപര്യാപ്തത വലിയ തരത്തിൽ ഉണ്ടായിരുന്നു. പാർലമെന്റിൽ സംഭവിച്ച അതേപോലെ തന്നെ ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പല ജില്ലാ കമ്മിറ്റികളുടെയും വിലയിരുത്തൽ. ഇന്ന് ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളാണ് നടക്കുക. എല്ലാ ജില്ലാ സെക്രട്ടറിമാരും ഇത് സംബന്ധിച്ച റിപ്പോർട്ടിന്മേൽ വിശദീകരണങ്ങൾ നൽകും. ആ വിശദീകരണങ്ങൾ കേട്ടതിന് ശേഷം പാർട്ടി സംസ്ഥാന നേതൃത്വം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. നിലവിൽ നമുക്ക് അറിയുവാൻ കഴിയുന്നത് അടുത്ത ആഴ്ച മുതൽ തന്നെ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദീകരണ യോഗങ്ങളും ജില്ലാ ഘടകങ്ങളിൽ കീഴ്ഘടകങ്ങളിലും ഇത് സംബന്ധിച്ച തോൽവി സംബന്ധിച്ച കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാനാണ് ഇപ്പോഴത്തെ നീക്കം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുന്നത് ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി വിവാദമോ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ കണ്ടെത്തൽ മാത്രമാണ്. അതേസമയം ജില്ലകളിൽ നിന്നുള്ള നേതാക്കന്മാരുടെ റിപ്പോർട്ടിലാണ് വലിയ തരത്തിൽ സ്വർണ്ണപ്പാളി വിവാദത്തെക്കുറിച്ച് പരാമർശം ഉള്ളത്. അതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ട് നടപടി സ്വീകരിക്കാത്തത് വലിയ തരത്തിൽ ചർച്ചയായി. ഇത്തരത്തിൽ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടിയിൽ ഉള്ളതുകൊണ്ട് അത് ഒരിക്കൽ പോലും അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് പല കീഴ്ത്തടങ്ങളിലുള്ളവർ തീരുമാനമെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പലരും വോട്ട് കോൺഗ്രസിന് അനുകൂലമായും BJPക്ക് അനുകൂലമായും ചെയ്തതായും പറയപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പാർട്ടി ബന്ധുക്കളാണ് അത്തരത്തിൽ വോട്ട് മാറി ചെയ്തതെന്നാണ്. അത് വലിയ തരത്തിൽ പാർട്ടിക്ക് പല സ്ഥലങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും പരാജയത്തിന് വഴിവെച്ചു സൂചനയുണ്ട്. എന്തായാലും ഇന്ന് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ വലിയ തരത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്ന് തന്നെയെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഒരു പരാജയത്തെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അടിമുടി ഒരു പരിശോധനയ്ക്ക് പാർട്ടി തയ്യാറാകും എന്നുള്ളത് ഉറപ്പാണ്. അതിനെല്ലാം ഉപരിയായി സമീപകാലത്ത് ഉണ്ടായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പരാജയം അത് പഠിച്ച് അതിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തരത്തിലുള്ള പരാജയത്തിലേക്ക് പാർട്ടി പോകില്ല എന്നായിരുന്നു പറയപ്പെടുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയപരമായല്ല വോട്ട്, അത് വ്യക്തിപരമായ വോട്ടാണ്. അത്തരത്തിൽ വ്യക്തിപരമായ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനെ അത്ര കണ്ട് പാർട്ടിയുടെ ഒരു പരാജയമായി കണക്കാക്കേണ്ട കാര്യമില്ല. വ്യക്തിപരമായ വോട്ടുകൾ കൂടി ഇതിൽ വന്നു എന്നുള്ളതാണ് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. എന്തായാലും ഇന്ന് നാളെയുമായി സംസ്ഥാന സമിതി യോഗത്തിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഇടതുമുന്നണി യോഗവും ഇതിനിടയിൽ ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പരാജയത്തിന് തൊട്ട് പിന്നാലെ ഇടതുമുന്നണി യോഗം ചേർന്നിരുന്നെങ്കിലും അന്ന് കാര്യമായ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ടയായി പറയപ്പെടുന്നത് SIR തന്നെയാണ്. SIR-ഉം അതുപോലെ തന്നെ മറ്റു അനുബന്ധ വിഷയങ്ങളും തൊഴിൽ വിഷയങ്ങളും ഒക്കെ തന്നെയാണ് ചർച്ച ചെയ്യപ്പെട്ടത്. കാരണം കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിൽ നയത്തിനെതിരെ ശക്തമായ സമരം തുടങ്ങുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഇടതുമുന്നണി ആലോചിക്കുന്നത്. ഇത്തരം കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ചയായി വരാനുള്ള സാധ്യത.
ശരി, വ്യക്തമാണ്. 2 ദിവസം നീളുന്ന CPIM സംസ്ഥാന സമിതി യോഗം ഇന്നാണ് തുടങ്ങുക. തിരഞ്ഞെടുപ്പ് പരാജയം ഉൾപ്പെടെയുള്ളവ വിശദമായ യോഗത്തിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിലെ വിലയിരുത്തൽ. ജില്ലകളിലുണ്ടായ പരാജയ കാരണങ്ങൾ ജില്ലാ സെക്രട്ടറിമാരും റിപ്പോർട്ട് ചെയ്യും. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.